യേശു പറഞ്ഞത് യോഹന്നാൻ കത്തിജ്വലിക്കുന്ന ഒരു വിളക്കായിരുന്നു എന്നാണ്. വിളക്ക്, ഇരുട്ടിൽ പ്രകാശിക്കുന്ന വിളക്ക്, അന്ധതമസ് ബാധിച്ചു കിടക്കുന്ന ഇടങ്ങളിൽ പ്രകാശിക്കുന്ന വിളക്ക്. അയാൾ എങ്ങനെയാണ് ഒരു വിളക്കായി തീർന്നത്? ദൈവത്തിന്റെ അരുളപ്പാട് പ്രസ്താവിക്കുന്നവനായി. ഇന്ന് രാത്രി എൻ്റെ സഹപഠന്മാരോട്, നിനക്ക് പകർന്നിരിക്കുന്ന എണ്ണയും നിന്റെ മേലുള്ളതായിരിക്കുന്ന ആ തിരിയും നിന്റെ മേൽ പകർന്നിരിക്കുന്ന ശോഭയും അണഞ്ഞു പോകാതെ നിന്നിലുള്ള കൃപാവരം നീ ജ്വലിപ്പിച്ചു കൊണ്ടേയിരിക്കണം. പ്രസിഡന്റ് നിനക്ക് വിളിച്ച് അവസരം തന്നെന്ന് വരില്ല, സെക്രട്ടറി നിനക്ക് അവസരം തന്നെന്ന് വരില്ല, കൗൺസിൽ നിനക്ക് ഒരു സ്റ്റേജ് തന്നെന്ന് വരില്ല. പണം മുടക്കി പായലിരുന്ന് പ്രാർത്ഥിച്ച് വേദി ഒരുക്കി വിളിച്ച ദൈവത്തിന്റെ വിളംബരകനായി ദൈവരാജ്യത്തിന് വേണ്ടി നിലനിന്നാൽ വരാൻ പോകുന്ന അടിസ്ഥാനമുള്ള ഇളകാത്ത രാജ്യത്തിൽ പ്രവേശിക്കാൻ ദൈവം നിനക്ക് കൃപ തരും. നിങ്ങളുടെ പ്രവർത്തനം ഇരുട്ടി പിടിച്ചെടുത്ത് ഒരു വിളക്കായി പരിണമിക്കപ്പെടും. നാളുകളിൽ ഇന്ന് നടത്തിയ പരസ്യോഗത്തിന്റെ റിസൾട്ട് നിങ്ങളുടെ കണ്ണിൻ മുമ്പിൽ സഭയ്ക്കുള്ളിൽ കുടുംബത്തിൽ വെളിപ്പെടുമെന്ന് വിശ്വസിക്കുന്നവർ അക്കരമൊന്ന് ഉയർത്തിപ്പിടിച്ച് അല്പസമയം ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം പറ. അമ്മേ, പ്രസംഗിക്കാൻ നിനക്ക് കഴിയത്തില്ല, വിശ്വാസികളോട് പറയാ. പ്രസംഗിക്കാൻ അറിയത്തില്ല, അതൊരു 2 വാക്ക് പറയാൻ അറിയത്തില്ല, മൈക്ക് പിടിക്കാൻ അറിയത്തില്ല, ഒന്നും അറിയത്തില്ല. പക്ഷെ പ്രാർത്ഥിച്ചില്ലേ, നീയും ഒരു വിളക്കാണ്. കരമുയർത്തി സ്തോത്രം പറ. പ്രാർത്ഥിച്ചുമില്ല, പ്രസംഗിച്ചുമില്ല, ഇതിനകത്ത് വന്ന് പങ്കെടുക്കാൻ പറ്റിയില്ല, പക്ഷേ ട്രാക്ട് അടിക്കാൻ കാശ് കൊടുത്തു, ഭക്ഷണം കഴിക്കാൻ കാശ് കൊടുത്തു. നീയും ഒരു വിളക്കാണ്. ഒരേ ഒരു ജീവിതം, അത് യേശുവിന് മാത്രമായിരിക്കണം, അത് യേശുവിന് മാത്രമായിരിക്കണം. അതുകൊണ്ട് ഞാൻ അഭിമാനത്തോടെ പറയുന്നു, നിങ്ങളുടെ പ്രവർത്തനം ഇരുട്ടി പിടിച്ചെടുത്ത് ഒരു വിളക്കായി പരിണമിക്കപ്പെടും. നീ വിളക്കാണ്. അന്ധകാര ഭൂമിയിൽ ആഞ്ഞു കത്തേണ്ട ഒരു വിളക്ക് ഇന്ന് രാത്രി എഴുന്നേറ്റ് പ്രകാശിക്കുക.